ഒന്നൊരു മുക്കുവിന്റെ കഥാപാത്രം, അതുപോലെ തന്നെ ഒരു വക്കീലിന്റെ കഥാപാത്രം. ഡയറക്ടർ സാറ് പറഞ്ഞു വെച്ചാൽ രണ്ടും വളരെ ഭംഗിയായി അഭിനയിച്ചിട്ടുണ്ടെന്നാണ്. കാരണം മുക്കുവിന്റെ കഥാപാത്രമായാലും വക്കീലിന്റെ കഥാപാത്രമായാലും വളരെ നന്നായി എന്ന് പറയുന്നു. എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളൊക്കെ പുതിയതായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് വേണം. ഇത് നന്നായിട്ട് ചെയ്യണം ഒന്നും മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും തിരുവോണ ആശംസകളാണ്. ഈ നമ്മുടെ ജോസേട്ടൻ ആ തൊപ്പി വെച്ചിട്ട് ഒരു കടപ്പുറത്ത് ഒരു മുക്കുവനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തു. നമ്മുടെ ക്രൂവിനുള്ളത് പല ആൾക്കാരും പറഞ്ഞത്, നമ്മുടെ അസോസിയേറ്റ് ആയിട്ടുണ്ട് ശരിക്കും പോണത്ത് പറഞ്ഞത് അദ്ദേഹം കുറെ ഫോട്ടോ എടുത്ത്. എന്നിട്ട് എന്നോട് പറഞ്ഞേ ഇത് കറക്റ്റ് ചെമ്പൻ കുഞ്ഞാണെന്ന്. ചെമ്മീനില്ല. അതൊരു വലിയൊരു അഭിനന്ദനമായിരുന്നു എനിക്കത്. അതായത് അദ്ദേഹത്തെ അപ്പൊ ഞാൻ ചെറിയ ആംഗിളിലൂടെ നോക്കിയപ്പോൾ പുള്ളി ചെമ്പൻ കുഞ്ഞാണ്. അപ്പൊ അത് വലിയൊരു അംഗീകാരമാണത്. ചോദ്യങ്ങളും ഇല്ലാതുകൊണ്ട് പിന്നെ പറയുന്ന നേരത്തെ സിദ്ദീഖ് ഭായി പറഞ്ഞ പോലെ ക്യാരക്ടറിന് ആപ്റ്റായി, അതായത് എന്താണോ എഴുതി വെച്ച, അല്ലെങ്കിൽ ഞാൻ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഉണ്ടാവും നമുക്ക് ഒരാളെ കടന്നു വരും. ആ കടന്നു വരുന്ന മുഖം തന്നെയായിരുന്നു ഓരോ ക്യാരക്ടറിനും ആപ്റ്റായി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ശതമാനത്തിന് കണക്കാന്ന് സിദ്ദീഖ് ഭായി എല്ലാവരും പറയും. 15%, 75%, 30%, അങ്ങനെ അങ്ങനെ കേട്ടിട്ടാണ് ഏകദേശം പറഞ്ഞ ഒരു 60% എത്തിയിട്ടുള്ളത്. എന്തായാലും അത് ശതമാനത്തിന്റെ കാര്യത്തിൽ പുതിയൊരു അറിവായിരുന്നു എനിക്ക്. എന്തായാലും നന്നായി. കൂടെ ഒരു സിനിമ ചെയ്യുമ്പോ അതിന്റെ കൂടെ ലൈറ്റ് എടുക്കേണ്ട ഒരു ആവശ്യം ചെയ്യുന്ന ആളവിടെ ഇല്ലെങ്കിൽ അത് ചെയ്യാനും എന്ത് ചെയ്യാനും തയ്യാറാവുന്ന ഒരു ക്രൂ കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ് ഡയറക്ടറും പ്രൊഡ്യൂസർക്കും. അപ്പൊ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായും. ഞാൻ ഇതിനു മുമ്പ് ചെയ്തത്, ഇതിനു മുമ്പല്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പടങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പം IFFK റോട്ടർഡാമിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയുടെ ഛായാഗ്രഹം ഞാൻ ഡോൺ പാലത്തറ എന്ന് പറയുന്ന ആളുടെ ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ ഛായാഗ്രഹം. അപ്പം ആ സിനിമയ്ക്ക് നമുക്ക് നല്ല ക്രൂ ഉണ്ട്, നല്ല യൂണിറ്റും വലിയ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും ചെറിയ ആൾക്കാരെ നമ്മുടെ ലൈറ്റൊക്കെ കിട്ടുമ്പോൾ ഞാൻ പോയിട്ട് ആളെ പിടിക്കും, അല്ലെങ്കിൽ ഞാൻ അവരെ ഇങ്ങനെ പൊക്കിയെടുത്ത് ഇപ്പുറം വെച്ചിട്ട് കൊടുക്കുക. അത് എന്താ പറയുക, ഞാൻ തുടക്കം മുതൽ എന്റെ ഒരു ഇതാണ്, ഞാൻ നോക്കി നിൽക്കില്ല. ഒരാളിപ്പം ചെയ്യുന്നെങ്കിൽ അദ്ദേഹം ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർ ചെയ്യട്ടെ എന്നുള്ള ഒരു അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഞാൻ അതുകൊണ്ടാണ് അറിയാം. അപ്പം ഇവിടെ ക്രൂ വളരെ ചെറുതായിരുന്നു, ഒരു 2-3 ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇത്രയും ഒരു ഏരിയക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് ഒരു ടാസ്ക് എന്തെന്ന് വെച്ചാല്, ഒരു വീട്ടിലാണ് ഈ 2 വീടായിട്ട് ചിത്രീകരിക്കുന്നത്. കാരണം സുഹറയുടെ വീടും മറ്റേ ശ്രീദേവിയുടെ, അത് രണ്ടും ഒരു വീട്ടിൽ തന്നെയാണ് ചിത്രീകരിക്കുന്നത്. അപ്പം അതിനകത്ത് എൻ്റെ ഒരു ഡിഫറെന്റ് ആണ്. സുഹറയ്ക്കുള്ള മൂഡല്ല, ഒരു ലൈറ്റിംഗ് പാറ്റേൺ അല്ല ശ്രീദേവി. ഇത് എന്താ പറയുക, കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു മൂഡാണ് സുഹറയുടെ. പക്ഷെ അവരുടെ അവരുടെ ഒരു കഥ പോലെ തന്നെയാണ് ആ ലൈറ്റിംഗ് കൂടെ. നേരെ മറിച്ച് ഇപ്പോഴത്തെ ശ്രീദേവിയുടെ ഇച്ചിരി വെളിച്ചം വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വീട്ടിൽ തന്നെ ഈ 2 ചെയ്യുമ്പോണ്ടാകുന്ന ചെറിയൊരു ടാസ്ക് ഉണ്ട്. അത് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് സാർ പറയും നമുക്ക് ഇനി അടുത്ത് ശ്രീദേവിയുടെ ചെയ്യേണ്ടത്. ആകെ ഉള്ളത് 4-5 ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇത് ശ്രീദേവിക്ക് കൊടുക്കണം, സുഹൃത്തും വരണം. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതൊരു വലിയൊരു അനുഭവം തന്നെയാണ്. ഇതിപ്പോ ഈ സിനിമ പ്രധാനമായിട്ടും ഞങ്ങള് ഫെസ്റ്റിവലുകൾക്ക്, ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകൾക്കായിരിക്കും ആദ്യം എന്റെ കഴിക്കുക. അതൊക്കെ കിട്ടുക, അതൊക്കെ നിങ്ങളുടെയും ഷെജിന്റെയും ഭാരതമാഷയും ഭാഗ്യമാരിയൊക്കെ ആ പ്രിവ്യൂ ഷോ ഞങ്ങള് വെക്കും. അടുത്ത മാസം നമ്മൾ പ്രിവ്യൂ ഷോ നോക്കും. അപ്പൊ നമ്മളിപ്പോ IFFK ഇത് പ്രിന്റ് അയക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഉള്ളത്. അതിനുശേഷം നമ്മള് വനിതയിൽ ഇതിന്റെ പ്രിവ്യൂ ഷോ വയ്ക്കും. ഞങ്ങളെല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ആദ്യം തന്നെ നമ്മൾ ക്ഷണിക്കുകയാണ്, ഇപ്പൊ തന്നെ ക്ഷണിക്കുകയാണ്. അപ്പോ ഈ നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ സഹോദരൻ PRO ഷെജിൻ ഭായിയെ
ഫുൾ സ്ക്രീനിൽ കാണാൻ നിങ്ങളെ ഏവരെയും ആർവമായിട്ട് എനിക്ക് അല്ലെ ശരി. എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. മീഡിയ സുഹൃത്തുക്കൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫസർ പറഞ്ഞ പോലെ തന്നെ അന്യൻ ആയിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ, സുഹൃത്തുക്കളായിട്ടും അന്യനായിട്ടും ഒക്കെ കണ്ടിരിക്കില്ല അഭിനയിക്കാരും. അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമ്മുടെ ഈ ചെറിയ ചിത്രത്തിന് ഉണ്ടാകുക. ഇനി ഫെസ്റ്റിവലിനൊക്കെ മത്സരിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകും. അല്ലെ, നിരവധി കാര്യം ഇതിന്റെ പ്രമേയം വെച്ചും ഇതിന്റെ എന്താ പറയാ സംവിധാനം മികവുമൊക്കെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലൊക്കെ അവാർഡ് മത്സരിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടും എന്നതിന് കേട്ടിരുന്ന ആത്മവിശ്വാസവും ഉണ്ട്. ഈ ഒരു ചിത്രം നല്ല ലെവലിലെത്തും. അതിനുശേഷം നമ്മൾ തിയേറ്ററിലേക്ക് റിലീസ് ഇപ്പൊ പ്രിവ്യൂ വെക്കും. അത് കൂടാതെ റിലീസ് കൂടാതെ നമ്മൾ തിയേറ്റർ റിലീസ് ആയതിനു ശേഷം ഉദ്ദേശിക്കും ഈ 2 ചിത്രങ്ങൾ റിലീസാവും. പ്രത്യേകിച്ച് ഈ ഒരു ഇന്നത്തെ കാലത്ത് നിർമ്മാതാവ് കടന്നു വരിക എന്ന ചെറിയ കാര്യമല്ല. പലപ്പോഴും അശ്വിനിക്ക് ആ പോക്കുംതല എന്ന ചിത്രത്തിലൂടെയാണ് അവർക്ക് PR വർക്ക് ചെയ്തപ്പോഴുള്ള പരിചയമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ കഥ പറഞ്ഞപ്പോൾ ഒരു സമാന്തര ഹിറ്റ് മൂവി എന്നോ ഒരു കൊമേഴ്സ്യൽ മൂവി എന്നോ വേർതിരിവില്ലാതെ ഈ ഒരു കഥ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെ സംസാരിച്ചു വന്നല്ലോ. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. കാര്യം ഇപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സ് നമുക്കറിയാലോ, ആദ്യം എന്ത് ലാഭം കിട്ടും, എന്ത് സാറ്റലൈറ്റ് ബിസിനസ് നടക്കും, എന്ത് OTT നടക്കും, എത്ര രൂപ ലാഭം, ആ ഒരു രീതിയിൽ ആദ്യം ഒരു നിഗമനം അവർ നടത്തും. പക്ഷേ ഈ ചിത്രത്തെ കുറിച്ച് ഒരു മുൻവിധിയുമില്ലാതെ ഈ കഥ കേട്ടപ്പോൾ തന്നെ അവാർഡ് വിന്നിംഗ് ആയിട്ട് കടന്നു വരാവുന്ന നിർമ്മാതാവില്ലാതെ ഒരു കാര്യവും നടക്കില്ല മലയാള സിനിമയിൽ അല്ലേ. ആ ഒരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കണം. കാര്യം ഇതിലേക്ക് പുള്ളി കടന്നു വന്നു. അത് മാത്രമല്ല നല്ലത് ഡയറക്ട് ചെയ്യാനും ഇത് നല്ല കഥാപാത്രങ്ങൾ 2 ചിത്രത്തിലും ഇദ്ദേഹം ചെയ്തു. അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഏതൊരു ആളെ അഭിനയിച്ചെടുക്കുന്ന ഈ ഒരു കരവിരുന്നുണ്ട് സിദ്ദീഖ് ബാബു എന്ന സംവിധായകൻ, അത് വേറെ കരവിരുന്നാണ്. എല്ലാ സമന്വയങ്ങളും ഒത്തുവന്നതിന് അതുപോലെ DOP ദിലീപ് ബാബു നിരവധി ചിത്രങ്ങൾ നമ്മള് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മായികയായിട്ട് വെള്ളിത്തിരയിൽ എത്തിക്കുന്ന അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഡോക്ടറുടെ വേഷം, ജോസ്വാമി, എല്ലാവരും വലിയൊരു സാമൂഹിക മാറ്റത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഞങ്ങള് ഒരു വിവാദവും ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു. പല മതപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോ പലരും പല രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഞങ്ങളെ എതിർക്കാനും വിമർശിക്കാനും ഒരുപാട് പേരുണ്ടാവും എന്നുള്ളൊരു മുൻവിധി ഞങ്ങൾക്കുണ്ട്. നല്ലതായിട്ട് കാണുന്ന മാധ്യമപ്രവർത്തകര് ഞങ്ങളുടെ പടം കാണുകയും അതിനെ വിലയിരുത്തുകയും അതുപോലെ ഞങ്ങൾക്ക് എതിരെ വരാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും എതിർപ്പുകളുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും നല്ലത് മാത്രമായിട്ട് പറഞ്ഞാൽ മതി. അതല്ലാതെ ഞങ്ങൾ തെറ്റായിട്ട് ഉപയോഗിക്കേണ്ട തെറ്റെന്ന് തന്നെ പറയാം. അപ്പൊ ഞങ്ങളുടെ കഥ മുന്നോട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് റോഡിൽ ഇറങ്ങുമോ തെരുവിലിറങ്ങുമോ സമരം ചെയ്യാൻ പറ്റില്ല. ഈ ദൃശ്യവൽക്കരിച്ച് ഞങ്ങള് സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോ അതിനെതിരെ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പം നിങ്ങളും ഉണ്ടാവണമെന്ന് ആശംസിക്കുകയാണ്. ഓണാശംസകൾ നേരുകയാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. സാധാരണഗതിയില് നമ്മുടെ സിനിമയുടെ പോസ്റ്ററിൽ ആദ്യം വരുന്ന ക്രെഡിറ്റ് ഡയറക്ടർ ആയിരിക്കില്ലേ? നിങ്ങളിത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അതിൽ വരുന്നത് പ്രൊഡ്യൂസറാണ് വരുന്നത്. കാരണം ഒരു സിനിമയ്ക്ക് പ്രധാനമായിട്ടും ഞാൻ രവീന്ദ്രനാഥൻ നായരെ കുറിച്ച് ഞാൻ പറഞ്ഞു. രവി മുതലാളി, കൊല്ലത്തുകാരൻ, ജനറൽ പിക്ചേഴ്സ്, അടൂർ ഗോപാലകൃഷ്ണന്റെ എരിപ്പത്തായം, മുഖാമുഖം, അനന്തരം, വിധേയം തുടങ്ങിയ മിക്കവാറും എല്ലാ പടങ്ങളും, കാഞ്ചനശീല പോലുള്ള ജി അരവിന്ദന്റെ കാഞ്ചനശീല, തമ്പ്, കുമ്മാട്ടി, പിന്നെ അങ്ങനെ ആ സിനിമകള്, അരവിന്ദന്റെ സിനിമകൾ ഇതൊക്കെ നിർമ്മിച്ച രവി മുതലാളി, അടൂർ ഗോപാലകൃഷ്ണനെ പോലെയും അരവിന്ദനെ പോലെയും ജനങ്ങൾ അറിയപ്പെടുന്നവരായില്ല. അതിന് മാറ്റം വരുന്നതിന് വേണ്ടി ആണ് ഒരു കലാഹൃദയമുള്ള ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സിനിമ സംവിധാനം ചെയ്യണം. അപ്പൊ അങ്ങനെ കടന്നു വരണം. അപ്പൊ രവി മുതലാളി 2023 കൂടി മരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഈ പേര് മാറ്റം സമർപ്പിക്കുന്നു. ആദ്യം പ്രൊഡ്യൂസർ, പിന്നീട് ഡയറക്ടർ. എനിക്ക് പറയുന്നത് കാരണം നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് മാനപ്പൻ സാറ് എല്ലാവരോടും ബായി പറഞ്ഞിട്ടാവും. ഒരാളെ വിളിച്ച് കെട്ടിപ്പിടിച്ചിട്ട് നാളെ കാണാന്ന് പറഞ്ഞിട്ടാ പോവാ. തിരിച്ച് രാവിലെ വരുമ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും കെട്ടിപ്പിടിച്ചിട്ടാണ് ഗുഡ് മോർണിംഗും കാര്യങ്ങളൊക്കെ പറയാം. ഈ സിനിമ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള സിനിമകൾ, വലിയ വലിയ സിനിമകൾ എടുക്കുമ്പോഴും അതേ സ്വഭാവം തന്നെ ഉണ്ടാവണം
എന്നാ നമ്മുടെ എന്നാല് നമ്മളിപ്പോഴുള്ളവരൊക്കെ എന്താ പറയുക, അല്ലാണ്ട് ഡയറക്ടറോട് മാത്രം അല്ലെങ്കിൽ DOP-യോട് മാത്രം ഗുഡ് മോർണിംഗ് പറയാണ്ട് എല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പിന്നെ ഹസ്തദാനം ചെയ്യണമെന്ന് മാത്രം പറയുന്നു. താങ്ക് യു സർ.